എനിക്ക് ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു മെസ്സേജ് എന്താണെന്നറിയോ? ബ്രോഡാ, എനിക്കിപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു. എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനാണ്. എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക്. ഞാൻ എല്ലാം ആയിട്ട് അവളെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. എൻ്റെ 2 വർഷത്തെ റിലേഷൻഷിപ്പ്, എൻ്റെ ടൈം മൊത്തം ഞാൻ അവൾക്ക് കൊടുത്തു, എൻ്റെ കെയർ മൊത്തം ഞാൻ കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് അവൾ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പോയി. എനിക്ക് ആ ബ്രേക്കപ്പ് ഒട്ടും മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. നിനക്ക് എന്നെ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ബ്രോ? എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് തരാമോ? അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എടുത്ത് ഒരൊറ്റ കാര്യം പറയട്ടെ, ഇത് നീ മോട്ടിവേഷനായിട്ട് അടിക്കണ്ട. നിൻ്റെ ലൈഫിൽ നീ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു റിയാലിറ്റി ചെയ്ത്, ഒരു പെണ്ണ് നിന്നെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും നീ ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ നീ ഡിപ്രഷനിൽ കയറിയ നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നിൻ്റെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് വീക്കായി പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. അത് കംപ്ലീറ്റ് നിൻ്റെ മിസ്റ്റേക്കാണ്. നിൻ്റെ സമയം അവിടെ പോയി, നിൻ്റെ ആ ഒരു പ്രയോറിറ്റീസ് അവിടെ പോയി. അങ്ങനൊരു സാധനം അവിടെ സംഭവിച്ചിട്ടുണ്ട്. നീ ഡിപ്രഷനിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. കാരണം ജസ്റ്റ് ഏതോ ഒരു പെണ്ണ് ലൈഫിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും ബാക്കി ജീവിതത്തിലുള്ള എല്ലാ കാര്യവും സാക്രിഫൈസ് ചെയ്ത് അവളാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. അവളാണ് ലൈഫിൽ എല്ലാ അച്ഛനെയും അമ്മേനെയും കൂട്ടുകാരെയും വീട്ടുകാരെയും ലൈഫിലുള്ള നീ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ലക്ഷ്യങ്ങൾ വരെ അവൾക്ക് വേണ്ടി നീ സാക്രിഫൈസ് ചെയ്ത് അവൾക്ക് വേണ്ടി നിൻ്റെ സമയം മൊത്തം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, അവൾ ഇട്ടിട്ട് പോകുമ്പോൾ നീ ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും നിൻ്റെ സമയം പോയതായിട്ട് നിനക്ക് തോന്നുന്നു, നിനക്ക് മനസ്സിൽ എന്താണ്ട് ഭയങ്കര ആ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ മിസ്റ്റേക്കാണ്. നീ അവളെ വീക്കായി പോയി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. കാരണം അവളെ നിനക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒട്ടും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു സാധനം അല്ലത്. അത് ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കി. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിൻ്റെ ഭാര്യയോ ഇതൊന്നും അല്ല. നിനക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ലൈഫിൽ നിൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടാകാൻ മാത്രം. ജസ്റ്റ് ഏതോ ഒരു പെണ്ണ് വന്നിട്ട് നീ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, നീ വന്നിട്ട് അവൾ നിൻ്റെ ഗേൾ ഫ്രണ്ടായി, അതോടെ ലൈഫിൽ എല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ച് അവളുടെ പുറകെ നടന്ന് അവൾക്കുള്ള സമയം മൊത്തം കൊടുത്ത് അവൾക്കുള്ള കെയർ എല്ലാം കൊടുത്ത് അവളാണ് എല്ലാതും പറഞ്ഞ് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ വീക്ക്നെസ് ആണ്. അത് നിൻ്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് നിനക്ക് ലൈഫിൽ അത്ര ആ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കി. ഇതേട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും നിനക്ക് ചിലപ്പോൾ നിന്നെ മനസ്സിൽ കൊള്ളുമായിരിക്കും, നിനക്ക് എന്നെ തെറി പറയാൻ തോന്നുമായിരിക്കും. ബട്ട് നിൻ്റെ ലൈഫിൽ ഒരു പോയിന്റിൽ നീ മനസ്സിലാക്കും ഇതാണ് റിയാലിറ്റി എന്നുള്ളത്. ഞാൻ നിൻ്റെ അടുത്ത് കംപ്ലീറ്റ് സിൻസിയറായിട്ട് ഒറ്റ കാര്യം പറയാം. ലൈഫിലൊരു പെണ്ണ് വന്നുകൊണ്ട് അവളാണ് എല്ലാതും പറഞ്ഞ് ഒരിക്കലും പോകാൻ നിൽക്കില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ലൈഫിൽ ഒന്നും ഇല്ലാത്തവനായിട്ട് നിൽക്കാൻ പോകുന്നുള്ളൂ. കാരണം ഒരു പെണ്ണ് ലൈഫിലോട്ട് വന്നു, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ ഓക്കെ, ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. നീ ആത്മാർത്ഥമായിട്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ നല്ലൊരുത്തനെ കണ്ടപ്പോൾ നിന്നെ ഇട്ടിട്ട് അവൻ്റെ പുറകെ പോയവള് നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ഇതെന്നൊക്കെ പറയുന്നത് വേറൊരുത്തനെ കാണുമ്പോഴത്തേക്കും മാറുന്ന സാധനമല്ലത്. ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കുക. അങ്ങനെ ഒരുത്തിക്ക് വേണ്ടിയിട്ട് നിൻ്റെ ലൈഫിൽ എല്ലാ പ്രയോറിറ്റീസും നീ സാക്രിഫൈസ് ചെയ്ത് എല്ലാ സമയവും നീ സാക്രിഫൈസ് ചെയ്ത് അവളുടെ പുറകെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ വീക്ക്നെസ് ആണോ അല്ലയോ? സോ ഇനി ഒരു പെണ്ണ് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പോയ സാധനം പോട്ടെ, ഇനി പോയതിൻ്റെ പുറകെ നീ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മനസ്സിൽ എടുത്ത് കളയാം. കാരണം അങ്ങനെ ഒരു തീ ജസ്റ്റ് ഇത്ര ആലോചിക്കുക. ഇന്ന് നിന്നെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ ഒപ്പം പോയവള് ഇനി കുറച്ച് നാളും കൂടെ നിൻ്റെ ഒപ്പം ഇരിക്കുവായിരുന്നുണ്ടെങ്കിൽ തന്നെ നിനക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് പോയവള് ചിലപ്പോൾ ഇന്ന് മറ്റവനൊപ്പം പോയില്ലായിരുന്നുണ്ടായി ഇച്ചിരി നാൾ കഴിയുമ്പോൾ വേറൊരുത്തനൊപ്പം പോകത്തില്ലെന്നൊരു ഗ്യാരണ്ടി നിനക്കില്ല. കാരണം അങ്ങനെ ഒരു തീക്ക് അവളെ സംബന്ധിച്ച് നീ അവളുടെ ലൈഫിലൊരു പ്രയോറിറ്റിയേ അല്ല. നീയാണ് അവൾ ഒരുമാതിരി രാജ്ഞീനെ കണക്ക് ട്രീറ്റ് ചെയ്ത് ഏറ്റവും പൊക്കത്തിൽ എല്ലാം അവളാണെന്നും പറഞ്ഞ് ആ ഒരു തലയ്ക്ക് മേളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ മിസ്റ്റേക്കാണ്. എനിക്ക് പേഴ്സണലി കൊറോണത്തിന് അറിയാം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഉണ്ട് കൊറോണ. ജസ്റ്റ് ഒരു പെണ്ണ് കയറി വന്നപ്പോൾ തന്നെ കൂട്ടുകാരും വീട്ടുകാരും ഒന്നും വേണം, ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ച് അവളുടെ പുറകെ പൊന്നെ പാവയെന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്ന കുറേ വാണങ്ങൾ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും എനിക്കതേ അവന്മാരെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഒരുത്തൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ജിമ്മിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരുത്തന, അവൻ കൺസിഡൻ്റ് ആയിട്ട് ജിമ്മിലേക്ക് വരും, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ടും സാധനമൊക്കെ ചെയ്യുന്നൊരുത്തൻ. ഒരു റിലേഷൻഷിപ്പിലായി ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് എനിക്ക് മസിലുള്ള ആമ്പിള്ളേരെയൊന്നും അധികം ഇഷ്ടമില്ല, എനിക്ക് എന്താണെന്നറിയത്തില്ല, അധികം മസിലുള്ള ആമ്പിള്ളേരെയൊന്നും ഇഷ്ടമില്ല, എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഇവൻ ജിമ്മി വരൽ നിർത്തി. എന്നിട്ട് അവളുടെ പുറകെ ഒലിപ്പിച്ചൊന്നും നടക്കും. അങ്ങനെ ഒരുത്തനെ ലൈഫിൽ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുത്തനെ ഞാൻ ഒരിക്കലും റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു പെണ്ണ് വന്നെന്തെങ്കിലും പറഞ്ഞ് സ്വന്തം ലക്ഷ്യങ്ങളിൽ നിന്ന് സ്വന്തം ആ ഒരു പ്രയോറിറ്റീസ് എല്ലാം മാറ്റി വെച്ച് അവളാണെല്ലാന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ ഞാൻ ഒരിക്കലും റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ അങ്ങനെ നടക്കുന്നവന്മാർ ജസ്റ്റ് ഒറ്റക്കാരെ മനസ്സിലാക്കേണ്ട കാര്യവും കൂടെ,
ഈ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ കൊണ്ടു നടക്കുന്ന ഈ ഒരു ഇത് നിൻ്റെ ഈ ഒരു ഗേൾ ഫ്രണ്ട് ആയിരിക്കും ഇപ്പോൾ നിനക്ക് ഈ പെണ്ണ് വന്നു കഴിയുമ്പോൾ നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചാലും ഫോൺ എടുക്കാത്തവന്മാർ ഗേൾ ഫ്രണ്ട് വിളിക്കുമ്പോഴത്തേക്കും സെക്കൻഡ് റിങ്ങിന് മുമ്പേ ഫോൺ പോയി എടുക്കും. ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ പട്ടി നാക്ക് നീട്ടിയിരിക്കുന്ന കണക്ക് അടുത്ത് അവളുടെ റിപ്ലൈ വരാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കുന്ന നിനക്ക് അവളിട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നിനക്ക് ഡിപ്രഷൻ ആകും, നിനക്കെന്നാണ് ഭയങ്കര മാനസികമായിട്ട് ഇത് കൂപ്പൊക്കെ തോന്നുമായിരിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ മിസ്റ്റേക്ക് ആണ് അവിടെ. കാരണം നീ ഒട്ടും ഗ്യാരൻഡ് അല്ലാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര ആ ഒരു ഹോപ്പ് കൊടുത്ത് ഇത്ര ആ ഒരു നിൻ്റെ സമയമെല്ലാം കളഞ്ഞ് നിൻ്റെ ആ ഒരു പ്രയോറിറ്റീസ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് പുറകെ നടന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ആ പെണ്ണിനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബാക്കി ഒന്നിനെയും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അത് ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കുക. ലൈഫിൽ ഒരു പ്രാവശ്യം പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ ഈ സെയിം സാധനം നീ പിന്നെയും നിൻ്റെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഴിവില്ലായ്മയാണ്, നിൻ്റെ ആ ഒരു തെറ്റാണത്. ആ മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാക്കുക. നിൻ്റെ ലൈഫിൽ നിൻ്റെ ജീവിതത്തിനല്ലാതെ വേറൊന്നിനും അതിൻ്റെ മേളിൽ ആ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നിൻ്റെ ജീവിതം നന്നാക്കാൻ നോക്കും. നിൻ്റെ പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിൻ്റെ ആ ഒരു ഗോൾസ് ആയിരിക്കണം നിൻ്റെ ഏറ്റവും ടോപ്പിൽ വരേണ്ട. നിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തള്ളിക്കളഞ്ഞൊരു പെണ്ണാണല്ല എന്നും പറഞ്ഞ് നീ മേളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും നിന്നോട് പറയുന്നില്ല ഒരു ഗേൾ ഫ്രണ്ട് വരുമ്പോഴത്തേക്കും അവളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം, അവളെ അങ്ങനെ നിർത്തണം, അവളെ ഒരു രീതിയിലും കെയർ ഒന്നും കൊടുക്കണമെന്ന്. നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണ്, നീ കെയർ കൊടുക്കുക, അവളെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുക, എന്നാന്ന് വെച്ചാൽ നീ ചെയ്യും. ബട്ട് ഒരു പെണ്ണ് വന്നെന്നും പറഞ്ഞ് നിൻ്റെ ലൈഫിലെ ടൈം മൊത്തം അവൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് നിൻ്റെ ലൈഫിലെ പ്രയോറിറ്റീസ് എല്ലാം നീ കംപ്ലീറ്റ് ആയിട്ട് സാക്രിഫൈസ് ചെയ്ത് അവളാണല്ല എന്നും പറഞ്ഞ് നടക്കുവാണെന്നുണ്ടെ 100% ഗ്യാരണ്ടിടാ നീ ലൈഫിൽ എവിടെ എത്താൻ പോകുന്നില്ല. കുറേ ആണുങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാ ആണുങ്ങളുടെയും വിജയത്തിൻ്റെ പുറകിൽ പെണ്ണാണ്, അതാണ് ഇതാണ്. ഒരു കൂപ്പുമല്ല. നിൻ്റെ ലൈഫിൽ നിനക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നീ വിചാരിച്ച് നീ വർക്ക് ചെയ്താലേ കാര്യമുള്ളൂ. അല്ല ലൈഫിൽ ഗ്യാരണ്ടിഡ് അല്ലാത്തൊരു സാധനത്തിൻ്റെ പുറകെ ബാക്കി എല്ലാം സാക്രിഫൈസ് ചെയ്ത് നടക്കുന്ന ഒരുത്തൻ വെറും വാണമായിട്ട് തന്നെ കിടക്കാൻ പോകുന്നത്. അതിന് എത്ര നാൾ കഴിഞ്ഞാലും എത്ര ഇത് കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. I hope that do make sense.